വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നും നിന്റെ കല്യാണത്തിന് ആരും വരാൻ പോകുന്നില്ല ശാരികെ എന്ന് പറഞ്ഞ് എടുത്തു വലിച്ചു കയറി ശാരികയുടെ മുഖത്തേക്ക് എറിയുന്നു രാജേശ്വരി. അതിനുശേഷം ഇറങ്ങിപ്പോടി അവളുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞ് പറയുകയാണ് രാജേശ്വരി. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ മൂന്നിനെയും കഴുത്തിന് പിടിച്ച് ഗേറ്റിന് പുറത്താക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ, അർഹതയില്ലാത്തത് നമ്മൾ ആഗ്രഹിച്ചു പോയി, അത് നമ്മുടെ തെറ്റ്, വാ മക്കളെ എന്ന് പറഞ്ഞ് ശ്യാമയും ശാരികയും കൂട്ടി ഇറങ്ങുകയാണ് രാജേശ്വരിയുടെ വീട്ടിൽ നിന്നും ശാരദാമ്മ. പക്ഷെ അവർ പോയ ശേഷം രാജേശ്വരി കീറിയിട്ട് കത്ത് നോക്കി വിഷമിച്ച് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതിനുശേഷം ആ ലെറ്ററൊക്കെ പെറുക്കിയെടുത്ത് അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അവിടെ നിന്നും ഇറങ്ങുന്ന ശാരദാമ്മ സങ്കടത്തോടുകൂടി അമ്പലത്തിലേക്കെത്തി അടച്ചിട്ടിരിക്കുന്ന ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് കരഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ട് ശ്യാമ ചോദിക്കുകയാണ്, ഇതെന്താ ചേച്ചി അമ്മ അടച്ചിട്ടിരിക്കുന്ന അമ്പലത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? അന്നേരം ശാരിക പറയുകയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുക, വലിയൊരു ഷോക്ക് കിട്ടിയതല്ലേ അമ്മയ്ക്ക്, കുറച്ചു നേരം കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ അതങ്ങ് മാറിക്കോളും. അതിനുശേഷം ഒരു സ്ഥലത്ത് മാറിയിരുന്ന് കരയുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ നമ്മുടെ കടമ ചെയ്തു, നമുക്കത് തിരിച്ചു കിട്ടാത്തത് നമ്മുടെ തെറ്റല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളല്ലേ മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഈ അച്ഛനിന് ആധാരം സ്വമേധയ എടുത്തു തന്നതാണോ എന്ന് വരെ എനിക്കിപ്പോൾ സംശയമുണ്ട്. അത് ശരിവെച്ച് ശാരികയും പറയുകയാണ്, അതാണ് എനിക്കും മനസ്സിലാകാത്തത്, അന്ന് നടന്നതൊന്നും ഓർമ്മയിലേ ഇല്ല അച്ഛന്. ഇനിയിപ്പോൾ നമ്മൾ 30 പവൻ കൂടി ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാകും അങ്ങനെ പെരുമാറിയതെന്ന് ശ്യാമ പറയുകയാണ്. പിന്നീട് തൻ്റെ വേറൊരു സംശയമാണ് എന്ന് പറഞ്ഞ് ശ്യാമ പറയുകയാണ്, ഇനിയിപ്പോൾ ആധാരം നമ്മൾ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ പരിഭ്രമിച്ച് ശാരദാമ്മ പറയുകയാണ്, എടി ചങ്കില് തീ കോരിയിടല്ലേ നീ, അത് പണയം വെച്ച് പോളച്ചൻ്റെ അടുത്ത് നിന്നും വാങ്ങിച്ച സ്വർണവും പണയമൊന്നും ചില്ലറയല്ല, ദൈവമേ ആപത്തൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കുന്നു ശാരദാമ്മ. അതേസമയം അവിടേക്ക് എത്തുകയാണ് ഗോപാലകൃഷ്ണൻ. മോളെ ശാരികയെന്ന് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും ശാരികയും. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ ഈ വിവാഹത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ലെന്ന്, പിന്നെന്തിനാ മൂന്നാളും കൂടി അവിടേക്ക് കയറി വന്നത്? എന്നിട്ട് ശാരികയോട് പറയുകയാണ്, മോൾ അച്ഛനോട് വിഷമമൊന്നും വിചാരിക്കരുത്, ഉള്ളിൽ ഒരു സങ്കടവും പാടില്ല, പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ളതാണ്. അച്ഛൻ്റെ പ്രാർത്ഥന ഒപ്പമുണ്ടാകും, കൂടെ അനുഗ്രഹമെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയാണ് ശാരിക. ദാ ഇതേ ഉള്ളൂ തരാൻ അച്ഛൻ്റെ കയ്യിലിപ്പോൾ എന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരി ശാരികയ്ക്ക് അണിയിച്ചു കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ആ ആധാരം പണയം കൊടുത്താണ് ഇപ്പോൾ കല്യാണം നടത്തുന്നത്, ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ പരസ്യമായി അതൊന്നും പറയാനോ പ്രകടിപ്പിക്കാനോ എനിക്ക് പറ്റില്ല. രാജേശ്വരി അറിയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, മനസ്സിലാകുന്നുണ്ട് എന്ന് ശാരദാമ്മ പറഞ്ഞിട്ട് കല്യാണത്തിന് എന്ന് ചോദിക്കുന്നു. എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം, എന്നുണ്ട്, പക്ഷെ ആളായിട്ട് വന്നു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ പോട്ടെ, ചിലപ്പോൾ രാജേശ്വരിയോ ബാലചന്ദ്രനോ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നെന്നിരിക്കും, നിങ്ങൾ ഇവിടെ കാണും എന്നൊരു ഊഹം വെച്ചാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത്. കണ്ടു, ഇനി പോണം എന്ന് പറഞ്ഞിട്ട് ശാരികയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതിനുശേഷം ശ്യാമയുടെയും തലയൊന്ന് പിടിച്ച് കുലുക്കി ചിരിച്ചിട്ട് പോവുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് ശ്യാമ പറയുകയാണ്, ഇതെന്താ സ്വപ്നമാണോ സത്യമാണോ, ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ശാരദാമ്മ പറയുകയാണ്, സ്വപ്നമൊന്നുമല്ല, സത്യം തന്നെയാണ്, എല്ലാവരും എല്ലാ കാലവും മോശമായിട്ടൊന്നും ഇരിക്കുകയില്ല. ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ മനുഷ്യന് മനസ്സുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ മഹത്വം കൂടുന്നത്. ശാരിക ആഗ്രഹിച്ചതുപോലെ ഇവൾക്ക് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയല്ലോ, എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. തുടർന്ന് കാണിക്കുന്നത് പോളച്ചൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് രാജേശ്വരി. പോളച്ചനെ കണ്ടപ്പോൾ രാജേശ്വരി പറയുകയാണ്, പോളച്ച, വഴിയിലൊരു പാമ്പ് കിടക്കുന്നു. പാമ്പോ, എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ഞാനൊരു ഉപമ പറഞ്ഞതാണ്, ഉപമയും ഉപന്യാസവും ഒന്നും എനിക്ക് മനസ്സിലാവില്ല, നേരെ ചൊവ്വേ കാര്യം പറയുന്നേ. അന്നേരം രാജേശ്വരി പറയുകയാണ്, വഴിയിലൊരു പാമ്പ് കിടക്കുന്നുവെന്ന് മുന്നറിയിപ്പ് തരാനേ എനിക്ക് പറ്റൂ, പക്ഷേ ആ വഴി പോയി കടി കിട്ടിയാൽ പിന്നെ അതിന് ഞാൻ ഉത്തരവാദിയല്ല. രാജേശ്വരി ഏത് വഴിയുടെ കാര്യമാണ് പറയുന്നത്? അന്നേരം രാജേശ്വരി പറയുന്നു,
ശാരദാമ്മയുടെ മകൾ ശാരികയുടെ കല്യാണം നടക്കുന്നു. നടക്കട്ടെ, ഒരു പെണ്ണ് മിന്നുകിട്ടി പോകുന്നത് നല്ല കാര്യമല്ലേ എന്ന് പോളച്ചൻ ചോദിക്കുന്നു. 30 പവൻ സ്ത്രീധനമടക്കം കൊടുക്കാൻ പണം അവർക്ക് എവിടെന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറയുകയാണ് പോളച്ചൻ. 30 പവൻ മാത്രമല്ല 10 ലക്ഷം രൂപയും ഞാൻ കൊടുത്തു. ശാരദ ചതിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ. പിന്നെയും പോളച്ചൻ പണം ആറ്റിൽ കളയാമെന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതിൽ ചതിയുടെ ആവശ്യമൊന്നും ഇല്ല രാജേശ്വരി. വേണ്ടത്ര ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനവർക്ക് പണവും സ്വർണവും ഒക്കെ കൊടുത്തത്. എന്തുറപ്പെന്ന് ചോദിക്കുമ്പോൾ പോളച്ചൻ പറയുകയാണ്, അവർ എനിക്ക് പണയമായി ഭൂമിയുടെ ആധാരം കൊണ്ടു തന്നില്ലേ. കോടികൾ വിലമതിക്കുന്ന വീടിന്റെ ആധാരമാണ് അവരെനിക്ക് തന്നത്. അതിന് ശാരദയ്ക്ക് എവിടെയാണ് ഭൂമി? കേറി കിടക്കുന്ന മണ്ണ് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ളതാണ്. അതിരിക്കുന്നതോ എൻ്റെ അലമാരയിലും. അന്നേരം ചിരിച്ച് പോളച്ചൻ ചോദിക്കുകയാണ്, അതിന് ശാരദാമ്മ തന്നത് കുടുംബശ്രീ വീട്ടിൻ്റെ ആധാരമാണെന്ന് ഞാൻ പറഞ്ഞോ? പിന്നേന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ പോളച്ചൻ പറയുകയാണ്, സത്യഭാമയുടെ വീടിൻ്റെ ആധാരം. അത് വിശ്വസിക്കാനാവാതെ വിക്കി രാജേശ്വരി ചോദിക്കുകയാണ്, സത്യഭാമയുടെ വീടിൻ്റെ ആധാരമോ? പോളച്ചന് സത്യം തന്നെയാണോ പറയുന്നത്? അന്നേരം പോളച്ചൻ പറയുകയാണ്, രാജേശ്വരി, പ്രായം ഇത്രയായെങ്കിലും എൻ്റെ കണ്ണിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ പോളച്ചന് ഒരു തെറ്റും പറ്റില്ല. മാത്രവുമല്ല, ശാരദാമ്മയുടെ മകൾ ശാലിനിയാണ് ഇവിടെ സത്യഭാമയുടെ വീടിൻ്റെ ആധാരം കൊണ്ടു തന്നത്. വിശ്വസിക്കാനാവാതെ രാജേശ്വരി നിൽക്കുമ്പോൾ പോളച്ചൻ പറയുകയാണ്, ശാലിനി വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ സത്യഭാമയുടെ മോൻ വിഷ്ണു വിളിച്ചു പറയുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് നോക്കാനാണ്? വെറും 30 പവനും 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് കോടികളുടെ മുതൽ കിട്ടുന്ന ആധാരം ഞാനിങ്ങ് വാങ്ങി. പോളച്ചൻ ചോദിക്കുകയാണ്, അല്ല, സത്യഭാമയ്ക്കിപ്പോൾ പണത്തിൻ്റെ ഇത്ര ഞെരുക്കം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പോളച്ചൻ ചെയ്തത് വലിയ ചതിയായി പോയെന്ന് രാജേശ്വരി പറയുമ്പോൾ പോളച്ചൻ ചോദിക്കുകയാണ്, രാജേശ്വരിയുടെ പ്രശ്നം ഇപ്പോൾ എന്താണ്? ഞാൻ സ്വർണവും പണവും കടമായി കൊടുത്തതാണോ അതോ ശാരികയുടെ കല്യാണം നടക്കുന്നതോ? അന്നേരം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് രാജേശ്വരി. അതിനുശേഷം ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്നും പോവുകയാണ്. രാജേശ്വരി പോയോന്നും പറഞ്ഞ് മേഴ്സി ചായ കൊണ്ടുവരുമ്പോൾ പോളച്ചൻ പറയുകയാണ്, തൽക്കാലം അവർ ചായ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞ് ചായ എടുക്കുകയാണ് പോളച്ചൻ. പട്ടിയിട്ട് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കേയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ശകനം മുടക്കികൾ എന്ന് പറഞ്ഞ് രാജേശ്വരിയെക്കുറിച്ച് വിചാരിക്കുകയാണ് പോളച്ചൻ. തുടർന്ന് കാറിൽ പോകുന്ന രാജേശ്വരി ചിന്തിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് സത്യഭാമയുടെ വീടിന്റെ ആധാരം ശാലിനി കൊണ്ടുവന്ന് പണയം വെച്ചത്? അതറിയാൻ സുസ്മിതയെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് രാജേശ്വരി സുസ്മിതയെ ഫോൺ ചെയ്യുമ്പോൾ സുസ്മിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കി വിഷ്ണു കരുതുകയാണ്, ശാലിനി ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് പോളച്ചൻ എന്തായാലും പണം കൊടുത്തു കാണും. വിഷ്ണുവിൻ്റെ ടെൻഷൻ ശ്രദ്ധിച്ച് അകത്തിരുന്ന സുസ്മിത കരുതുകയാണ്, പോളച്ചൻ എന്തായാലും പണം കൊടുത്തിട്ടുണ്ടാകും വിഷ്ണുവേട്ടാ. പക്ഷേ അതോടുകൂടി ശാലിനിയുടെ കാര്യം എന്തായാലും തീർന്നു. അകത്തേക്ക് വരുന്ന വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുകയാണ്, എവിടെയാടാ നിന്റെ ഭാര്യ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പോയ വഴിയെന്നാണോ? ദേ ഈ വീടിന് ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ അവൾക്കൊന്ന് നീ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ കാണണമെങ്കിൽ ഈ സുസ്മിതയെ കണ്ട് പഠിക്കണം. എവിടെ പോണെങ്കിലും അവൾ എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. പറഞ്ഞ സമയത്ത് തന്നെ അവൾ തിരിച്ചെത്തുകയും ചെയ്യും. അതൊക്കെയാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ ലക്ഷണമെന്ന് പറഞ്ഞ് ശാലിനിയെ ആക്ഷേപിക്കുകയാണ് സത്യഭാമ. അന്നേരം വിഷ്ണു പറയുകയാണ്, ശാലിനി അല്പം താമസിച്ചാലും ചെയ്തിട്ട് വരുന്നത് നല്ല കാര്യം തന്നെ ആയിരിക്കും അമ്മേ. ചായ കുടിച്ചുകൊണ്ട് അത് കലക്കിയെന്ന് പറയുകയാണ് രാഘവൻ നായർ. എന്താന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ, അല്ല ഭാമേ, ഞാൻ ഈ കോഫിയുടെ കാര്യമാണ് പറയുന്നത് എന്ന് പറയുന്നു രാഘവൻ നായർ. സാധാരണ നീ ഉണ്ടാക്കുന്ന കോഫി അല്ലല്ലോ ഇത്. എന്താ നല്ല കോഫി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ശാലിനി പറഞ്ഞു തന്നോന്ന് ചോദിക്കുന്നു ഭാമയോട് രാഘവൻ നായർ. ദേ രാഘവേട്ട, ഈയിടെയായിട്ട് രാഘവേട്ടന് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഭാമ. അതേസമയം ശാലിനി എത്തുകയാണ്. വാതിൽക്കൽ നിൽക്കുന്ന ശാലിനിയോട് എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ഭാമ ചോദിക്കുമ്പോൾ പിറകിലേക്ക് നോക്കുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മയും ശാലിനിയുടെ അടുത്തേക്ക് വരുന്നു. ഭാമ ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ ജാമ്യത്തിന് അമ്മയും കൂട്ടിയാണോ വന്നിരിക്കുന്നത്? അതിനല്ല അമ്മ വന്നത് എന്ന് പറഞ്ഞ് ശാരദാമ്മയും ശാലിനിയും അകത്തേക്ക് കയറുകയാണ്. ശാലിനിയെ നോക്കി ഭാമ പറയുകയാണ്, ആ മുഖം കണ്ടില്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വീടിൻ്റെ അടിവേര് തന്നെ ഇളക്കിക്കൊണ്ടു പോകും. അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാണ് അമ്മയെ കുത്തി ഇളക്കുന്നത്?
അന്നേരം സ്നേഹം ഭാവിച്ച് സുസ്മിത പറയുകയാണ്, ആൻറ്റി പഴയതൊന്നും ചെയ്യേണ്ടെന്നാണ് എൻ്റെയും അഭിപ്രായം. അത് കേട്ട് സുസ്മിതയുടെ പക്ഷം തീർന്ന് സത്യഭാമ പറയുകയാണ്, നോക്കണം ശാരദാമ്മേ, നിങ്ങൾ ഇവിടെ വന്ന് ഇവൾക്കൊക്കെ എപ്പോഴും ദ്രോഹം ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും എല്ലാം ക്ഷമിക്കാനുള്ള അവളുടെ മനസ്സ് അത് നിങ്ങൾ കണ്ടു പഠിക്കുക തന്നെ വേണം. ഓണം കുറച്ച് കൂടുതലുണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ പരിഹസിക്കുമ്പോൾ മനസ്സിൽ ചിരിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, ഓണത്തിൻ്റെ കഥ പറയാനല്ല, ശാരികേച്ചിയുടെ കല്യാണം വിളിക്കാനാണ് അമ്മ ഇപ്പോൾ വന്നത്. സത്യമാണോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സുസ്മിത കരുതുകയാണ്, ഇപ്പോൾ കിടന്ന് തുള്ളിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഈ ആഘോഷമൊക്കെ പൊട്ടിക്കരച്ചിലായി മാറിക്കോളും. അതിനുശേഷം ശാരദാമ്മ കത്ത് ഭാമയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, മനസ്സിൽ നീരസമൊന്നും വച്ചുകൊണ്ടിരിക്കരുത്, എല്ലാവരും കൂടി കല്യാണത്തിന് എത്തണം, ചടങ്ങിനും വിരുന്നിനും ഒക്കെ പങ്കെടുക്കണം, എൻ്റെ മകളെ അനുഗ്രഹിക്കണം. അത് കേൾക്കുന്ന സത്യഭാമ അന്നൊരിക്കൽ വിഷ്ണുവിൻ്റെ കല്യാണം വിളിക്കാനായി ശാരദാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ നാളെ ശാലിനിയുടെ കല്യാണമാണെന്ന് ശാരദാമ്മ പറഞ്ഞത് ഓർക്കുകയാണ്. അതിനുശേഷം ശാലിനിക്ക് സാരി സമ്മാനമായി കൊടുത്തതൊക്കെ ഓർക്കുകയാണ് സത്യഭാമ. തുടർന്ന് എഴുന്നേറ്റ് സത്യഭാമ ചോദിക്കുകയാണ്, എന്നാ ശാരദേ നിങ്ങളുടെ മകളുടെ വിവാഹം? നാളെയാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ കളിയാക്കി സത്യഭാമ പറയുകയാണ്, നാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതുപോലൊരു കല്യാണം ക്ഷണിക്കാനായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന ദിവസം? അന്ന് നിങ്ങൾ പറഞ്ഞു പിറ്റേന്ന് നിങ്ങളുടെ മകളുടെ വിവാഹമാണെന്ന്. ഞാൻ മനസ്സാ അവളെ അന്നേരം അനുഗ്രഹിച്ചു. വിവാഹ സമ്മാനമായി അവൾക്ക് ഞാനൊരു പുടവയും കൊടുത്തു. പിറ്റേന്ന് നിങ്ങളുടെ മകൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശാരദേ? അതേ പുടവ ചുറ്റി എൻ്റെ മകൻ്റെ കൈയും പിടിച്ച് അവൻ്റെ കല്യാണം നടക്കാതിരുന്ന മണ്ഡപത്തിലേക്ക് കയറി വന്നു. ഈ നാട്ടിലും വീട്ടിലും ഒരുപാട് മനസ്സുകൾക്കിടയിൽ അതുണ്ടാക്കിയ ഭൂകമ്പം ഇനിയും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയൊരു അനുഗ്രഹം കൂടി തരാൻ എനിക്ക് കഴിയില്ല ശാരദേ. അത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനിയും സങ്കടം കൊണ്ട് ശാരദാമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്